നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദില്ലിയിലെ ജന്തർ മന്ദറിൽ ഒരു കൂട്ടം യുവാക്കൾ CJP എന്ന പേരിൽ ആരംഭിച്ച ആ ഒരു പ്രക്ഷോഭം ഇന്ന് ദേശീയ ശ്രദ്ധ തന്നെ നേടിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയിലെ ആ ക്രമക്കേടിനെതിരെ നടത്തിക്കൊണ്ട് സമരം ചെയ്തുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആ ഒരു പ്രതിഷേധത്തിന് ഇന്ന് ഒരു ബഹുമുഖ മാനം തന്നെ കൈവന്നിരിക്കുകയാണ്. എന്നാൽ ആ സമരത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പല വാദപ്രതിവാദങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സമരം ചെയ്യുന്നവർ പറയുന്നു യുവജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ക്രമക്കേടുകൾക്കെതിരെ തങ്ങൾ നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇത് എന്ന് പറയുന്നു. എന്നാൽ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഹാൻഡിലുകൾ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു രാജ്യവിരുദ്ധ അജണ്ടയുണ്ട്, വിദേശ ഫണ്ടിംഗ് ഉണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു ഭരണകൂടവും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വിമർശനത്തിന് അതീതരല്ല. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതൊരിക്കലും ഒരു നിയമ വ്യവസ്ഥയെ കയ്യിലെടുക്കുന്ന രീതിയിൽ ആകരുത്, ഒരു അക്രമ സമരത്തിലേക്ക് പോകുന്ന രീതിയിൽ ആകരുത്. അങ്ങനെ സമരത്തിന്റെ സ്വഭാവം മാറിക്കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ആശങ്കകൾക്ക് ഇടം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. CJP ഒരു പ്രക്ഷോഭം അവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ വളരെ സംഭവബഹുലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷെക്കിന ബിഗ് ഡിബേറ്റ് ഈ സമരത്തിന്റെ സാഹചര്യങ്ങൾ, ഈ CJP പ്രക്ഷോഭമായി രാജ്യ തലസ്ഥാനത്ത് ഒപ്പം തന്നെ രാജ്യവ്യാപകമായി ഉടലെടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, ഈ വിഷയങ്ങളാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളുവേലിൽ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനും കൂടിയായിട്ടുള്ള ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് കള്ളുവേലിൽ, നമുക്കറിയാം ഡൽഹി വളരെ പ്രക്ഷുബ്ധം തന്നെയാണ്. ജോലി തിരക്കുകൾക്കിടയിലാണ് അങ്ങ് ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമരത്തിന്റെ പോക്ക് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ അത് അവിടെ ഒരു അസമാധാനത്തിലേക്കൊക്കെ പോയപ്പോൾ ലാത്തിചാർജിലേക്കും മറ്റും വരുന്നു. ഒപ്പം തന്നെ സമരം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും ചില ആക്രമണ സംഭവങ്ങൾ പോലീസിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ നീറ്റ് പരീക്ഷ എന്ന ആ ഒരു ഡിമാൻഡ്, ഒപ്പം ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ എത്തുന്നവരുടെ ഭാഗത്തുനിന്ന് മറ്റു ചില ഡിമാൻഡുകൾ കൂടി ഉയരുന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സമരം കൈവിട്ട് പോകുന്നതായിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടോ? അങ്ങ് ആ സമരപന്തലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി അങ്ങേക്ക് ഒന്ന് വ്യക്തമാക്കാം. ശ്രീ ജോർജ് കള്ളുവേലി. ഈ നീറ്റ് പ്രശ്നത്തില് ആവശ്യമില്ലാത്ത ചില നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങാതെ പോകുന്നതാണ്. ചർച്ചയ്ക്ക് ആദ്യം വഴങ്ങിയില്ല, 2 ദിവസം കഴിഞ്ഞാൽ വഴങ്ങിയത്. അത് സർക്കാർ എന്ത് പറഞ്ഞാലും നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് അടക്കം സ്പീക്കറെ നേരിട്ട് കണ്ട് എഴുതി കൊടുത്തു, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ആദ്യത്തെ 2 ദിവസം ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഇപ്പോഴാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അത് ബാക്കി എന്ത് ന്യായീകരണം പറഞ്ഞാലും സത്യം അവിടെ നിൽക്കും. സത്യമായിട്ട് അത് അവിടെ നിൽക്കട്ടെ. ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോഴും മന്ത്രിയുടെ അവസാനം മന്ത്രി രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ചതോടെ കൂടുതൽ ഇപ്പൊ കൈവിട്ടു പോയിരിക്കുകയാണ്. സമര തീച്ചൂളയിലേക്ക് രാജ്യമാകെ കടന്നു കഴിഞ്ഞു. നമുക്കറിയാം, ഇത് ഡൽഹി ഇന്നിപ്പം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്ര സമരങ്ങളിൽ ഒന്നായി മാറി. CJPയുടെ നേതൃത്വം അവർ ആഹ്വാനം ചെയ്ത വിദ്യാർത്ഥികൾ വന്ന വലിയ സമരം, അതിനെ അടിച്ചമർത്താൻ, മൃഗീയമായി ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് അത് നൂറുകണക്കിന് കുട്ടികളെയാണ്, നിരപരാധികളായ വിദ്യാർത്ഥികളെയാണ് തല്ലിച്ചതച്ചത്. ഞാനൊക്കെ ദൃക്സാക്ഷിയാണ്. കാരണം ഞങ്ങള് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അടിയുന്ന 2 തവണയാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്, കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. കാരണം ഒരു കല്ലേറ് പോലും ഉണ്ടാകാത്തപ്പോഴാണ് അവിടെ ടിയർ ഗ്യാസ് പൊട്ടിച്ചതും. അതൊക്കെ പ്രതിരോധത്തിനാണെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം മറക്കണം, ഇവിടെ ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ വീട്ടില് അപ്രതീക്ഷിതമായി അടുത്ത നീക്കം കൂടെ നടത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ പ്രതിപക്ഷ നേതാക്കളോടെല്ലാം വരാൻ പറഞ്ഞു. ഇപ്പോൾ അവര് ഗാന്ധി സ്മൃതിയിലേക്ക് 30 ജാനുവരി മാർഗിലെ നഗരമധ്യത്തിൽ പ്രധാനമന്ത്രിയുടെ വീടിന് തൊട്ടടുത്തുള്ള 30 ജാനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിലേക്ക് അവര് 3 ബസ്സുകൾ അവിടെ എത്തിയിരുന്നു. മുഴുവൻ പ്രതിപക്ഷ ബസ്സുകൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പക്ഷേ വൻ ജനപ്രവാഹം അവിടെ ഉണ്ടായി. അവര് പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു. പോലീസിന്റെ ബാരിക്കേഡ് മാറ്റേണ്ടി വന്നു. ഇപ്പൊ അത് അവരങ്ങോട്ട് പോവുകയാണ്. സത്യാഗ്രഹം ഇരുന്നാൽ അത് സർക്കാരിന് പ്രശ്നമാണ്. സത്യാഗ്രഹം ഇരിക്കാതെ വന്നാലും തടഞ്ഞാലും റോഡിൽ അവർ കുത്തിയിരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ. നേരത്തെ കോൺഗ്രസുകാർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷത്തെ എല്ലാവരും ഉണ്ട്. നമുക്കൊരു കാര്യം ഓർക്കണം, അപ്പൊ ഇത് പ്രശ്നം വഷളാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ ഗേറ്റിൽ തന്നെ, 2ാം നമ്പർ ഗേറ്റിൽ തന്നെ
അപ്രതീക്ഷിതമായ മിന്നൽ സമരം നടത്തി. 3.5 മണിക്കൂർ നേരമാണ് രാജ്യത്തെ സ്തംഭിപ്പിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അത് അത്തരത്തിലുള്ള വലിയ, അതുപോലെ നമ്മൾ കണ്ടതുപോലെ രാജ്യത്ത് ഈ നമ്മുടെ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധവും പിന്നീട് നമ്മുടെ നിർഭയ കേസിലുണ്ടായ പ്രതിഷേധവും പോലെ തന്നെയാണ് രാജ്യം കണ്ട അത്യപൂർവമായ ചരിത്രപരമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹിയിലെ ജന്തർ മന്ദിറിലും പരിസരങ്ങളിലും നടക്കുന്നത്. ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. ഞാൻ ഈ സമരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നറിയാണ്. ഇതിലൊക്കെ 1 ലക്ഷത്തോളം പേരാണ് അവിടെ വന്നത്. നമുക്കറിയാം, നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ട്, അതായത് ഈ പ്രദേശത്ത് പോലും എത്താൻ പറ്റില്ല. ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ആർക്കും എത്താൻ പറ്റില്ല, നടന്നു വരണം. അവിടെ പോലീസ് നിരോധനാജ്ഞ, ഇത് ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, ഇതിനെല്ലാം മറികടന്നാണ് ഈ വിദ്യാർത്ഥികൾ, 100 കണക്കിന് വിദ്യാർത്ഥികൾ പാർലമെന്റിന്റെ തൊട്ട് മുന്നേ വന്ന് പ്രതിഷേധിച്ചത്, നേരെ ഗേറ്റിലെത്തി പ്രതിഷേധിച്ചത്. ഇത് എല്ലാ കണക്കുകൂട്ടലുകളും പഠിച്ചുപോയി. അവരടുത്ത് 5000-10,000 പേര് കൂടുതൽ വരില്ല എന്നാണ് ധരിച്ചത്. അത് മുഴുവൻ ഈ വന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അവർക്ക് ഡൽഹി എന്നാണെന്നറിയത്തില്ല, സ്വന്തം നിലയിൽ വന്നവരാണ് ഭൂരിപക്ഷം വരും. തീരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ IIT-യിലും IIM-ലും പഠിക്കുന്നവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും അടക്കം, അവിടെ പ്രൊഫഷണലുകൾ അടക്കം നമുക്കറിയാം കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരുണ്ട് ഈ പിന്തുണ കൊടുക്കാൻ. ഞാനൊരു സ്ത്രീയായി ഇന്നലെ പരിചയപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും 1 വയസ്സുള്ള കുട്ടിയായിട്ടും. അപ്പൊ അവർ പറയാണ്, ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. ഇത് ഒരു കാര്യം ഓർക്കണം, ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികള് ഒരാൾ പോലും പാകിസ്ഥാനി ഇല്ല. അവരെത്രയല്ല ആരോപണം ഉന്നയിച്ചാലും ഇതെല്ലാം സ്വന്തം കയ്യിലെ കാശ് മുടക്കും. ഞാൻ ഇന്ന് കഴിഞ്ഞ 10-20 ദിവസമായി കണ്ട ഒരു വിദ്യാർത്ഥി പോലും സ്വന്തം കാശ് മുടക്കാതെ വന്നവരില്ല. സ്വന്തം കാശ് മുടക്കി കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് വിമാനത്തിൽ എത്തിയവരുണ്ട്, ട്രെയിനിലെത്തിയവരുണ്ട്, മധ്യപ്രദേശിൽ നിന്ന് വന്നവരുണ്ട്, UP-യിൽ നിന്ന് വന്നവരുണ്ട്, പഞ്ചാബിൽ നിന്ന് വന്നവരുണ്ട്, കാശ്മീരിൽ നിന്ന് വന്നവരുണ്ട്. ഇവിടെ മുഴുവൻ ഇന്ത്യക്കാരാണ്. അവിടെ മുഴുവൻ പേരും സ്വന്തം നിലയിൽ വന്നവരാണ്. ഇത് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട, BJP-യുടെ കോർ വോട്ട് ബാങ്കിന്റെ മക്കൾ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെയാണ് BJP-യും നരേന്ദ്രമോദിയും ഈ മുന്നറിയിപ്പ് കാണുന്നില്ലെങ്കിൽ മന്ത്രി പ്രധാനെ സംരക്ഷിക്കാൻ നോക്കിയാൽ, അതായത് 1 ഡസനിലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ ബലി കൊടുത്ത നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ ഏതാനും ചില ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ഉത്തരവാദിത്തമേക്കാൻ, അല്ലെങ്കിൽ ഇന്ന് ദിപ്കെ മറുപടി പറഞ്ഞ പോലെ ഇപ്പൊ മന്ത്രിയെ സംരക്ഷിക്കാൻ നോക്കിയാൽ ഒരു കാര്യം മുന്നറിയിപ്പ് നൽകുന്നു, പ്രധാനമന്ത്രി രാജിവെക്കേണ്ട വിധിയിലേക്ക് വരും എന്നാണ് ഇന്ന് അഭിജിത്ത് ദിപ്കെ. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തില് ഒരു ദളിതൻ ഒരു ആദിവാസിയും കൂടെ നയിക്കുന്ന ആദ്യത്തെ ചരിത്രപരമായ സമരം കൂടിയാണിത്. ഇവരാണ് ഇന്ന് തിരിഞ്ഞിരിക്കുന്നത്. അവര് നിർത്തും. നമുക്കറിയാം, അഭിജിത്ത് ദിപ്കെ ഒരു ദളിതനാണ്. ഈ നമ്മുടെ സോനം വാങ്ചുക്ക് ഒരു ആദിവാസിയാണ്. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തില് ഒരു കാലത്തും ചിന്തിക്കാത്ത രീതിയിൽ ദളിതനും ആദിവാസിയും നേതൃത്വം നൽകുന്ന ഒരു സമരത്തിലേക്കാണ് സ്വന്തം നിലയിൽ ഇത് കത്തിപ്പടരുകയാണ്. ഇനിയും കൂടുതൽ പടരും. 2-3 കാര്യം ശ്രീ ജോർജ് കളിവേലിൽ. ഒന്ന്, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു വേദിയിലാണ് ചർച്ച അനുവദിക്കുകയുള്ളൂ, അതിന് സന്നദ്ധമാവുകയുള്ളൂ എന്ന് CJP നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? ഒപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന് നേരെ ലാത്തിചാർജ് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ചില ആശങ്ക ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് നേർക്ക് നടന്ന ആക്രമണം, ഒപ്പം അങ്ങ് കണ്ടിട്ടുണ്ടാകും ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ശാരീരികമായി ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങൾ. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ ഈ 2 ചോദ്യം? അത് ആൽമരം വീഴുമ്പോ താഴെ നിൽക്കുന്ന ചെറുമരങ്ങൾക്ക് പരിക്കേറ്റെന്ന് പറയും. ഇത് വളരെ സമാധാനപരമായി കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി സമരം നടക്കുന്നു. 20 ദിവസത്തിലേറെ ജന്തർ മന്ദിർ മാത്രം നമ്മുടെ സോനം വാങ്ചുക് സമരത്തിൽ കിടന്നു. ഒരു കുഞ്ഞു ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോലീസ് ബസ്സിൽ കൊണ്ടുവന്ന കല്ലുകളുമായി പോലീസ് കല്ലെറിയുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ പോലീസും അതിഭീകരമായി നിരപരാധികളായ വിദ്യാർത്ഥികള് ഞാൻ നേരിട്ട് കണ്ടതാണ്. നിലത്തിരുന്ന് വെറുതെ മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കും, അവരും തിരിച്ചാക്രമിക്കും. പിന്നെ ഇതിനെ 25 ദിവസത്തോളം ഈ സമരത്തെ തന്നെ വാർത്ത കൊടുക്കാതെ നമ്മളൊരു കാര്യം ഓർക്കണം. അവിടെ അണ്ണാ ഹസാരെ അന്നും ഞങ്ങൾ ഉണ്ടവിടെ. അപ്പൊ 25ഓളം
വാനുകൾ അവിടെ ഇട്ട് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ നേരം ഇതൊരു ആഘോഷമാക്കി മാറ്റി രാജ്യത്ത് വലിയ ചലനം സൃഷ്ടിച്ചപ്പോ ഈ സമരത്തിനെതിരെ 10,000 അവിടെ അണിനിരക്കുമ്പോഴും ഒരു വാക്ക് കൊടുക്കാതെ ഈ ദേശീയ മാധ്യമങ്ങൾ മാറി നിന്ന് ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ പ്രതിനിധികൾ വരുമ്പോൾ അവരുടെ മൈക്കുമായിട്ട് വരുമ്പോൾ അവരെ വിദ്യാർത്ഥികൾ കൂവും. അതാരും സംഘടിതമായിട്ട് കൂവിയതല്ല. അതിനിടയ്ക്ക് 1-2 ചെറിയ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ 100 കണക്കിന് വിദ്യാർത്ഥികളെ തല്ലിച്ചമർത്തതും തിരിച്ചവര് കല്ലെറിഞ്ഞ് പോലീസിനെ പരിക്കേറ്റിയ ഒരു 15 പേരുടെയോ 5 പേരുടെയോ പടം കാണിക്കുന്നിട്ട് അവർക്കിട്ട് കല്ലെറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നതും തമ്മിൽ അടിച്ചത് ആരാണ് നിരപരാധികളെ ക്രൂരമായി മർദ്ദിച്ചത്? പോലീസും സർക്കാരുമാണ് അതിന് ഉത്തരവാദി. അവിടെ വേറെ ആർക്കും അത് ഇന്ന് കൈ കഴുകാൻ കഴിയില്ല. അവര് നിരപരാധികളായ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് അടികൊള്ളുമ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ തിരിച്ചടിക്കും, തിരിച്ചു കല്ലെറിയും. അത് വളരെ സ്വാഭാവികമാണ്. കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. BJP സമരം നടത്തിയപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സമരങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമാണ്. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത് ഒരു തരത്തിലും അത് നിഷേധിക്കുകയാണ്. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഈ ബസ് പുറപ്പെടുമ്പോൾ തന്നെ അവർ തടയുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ ജോർജ് കളിയിൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പം ജന്തർ മന്ദറിൽ ദിവസങ്ങളായിട്ട് അവിടെ സമാധാനപരമായിട്ട് സമരം നടക്കുന്നു. ഇതൊരു അക്രമ സമരത്തിലേക്ക് പോകാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന പോലെ വളരെ ഹൈ സെക്യൂരിറ്റി ഏരിയ, പാർലമെന്റ് മേഖല, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ നടക്കുന്ന ആ ഒരു വിഷയങ്ങൾ, സമരങ്ങൾ, ആ ഒരു ഘട്ടത്തിലേക്ക് പോയതുകൊണ്ടാണോ ഇത് ഒരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ പോലീസ് ലാത്തിച്ചാർജ് തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു ആ രീതിയിലേക്ക് പോകാൻ ഇടയായിട്ടുള്ള സാഹചര്യം? സമരത്തിന്റെ ലൊക്കേഷൻ ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് മാറിയതുകൊണ്ട് ഈ ഒരു അക്രമങ്ങൾ ആരംഭിച്ചു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതിനോട് പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ്. ഈ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ തന്നെയാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. ജന്തർ മന്ദറിൽ തന്നെ ഇവിടെയൊക്കെ ഈ സമരങ്ങൾ പതിവാണ്. ഇങ്ങോട്ട് കടന്നു വരാറുള്ളതും പതിവാണ്. അതിനെതിരെ ലാത്തി ചാർജും ടിയർ ഗ്യാസും ഇപ്പൊ പെല്ലറ്റുകൾ ഉപയോഗിച്ച് കണ്ണിൽ വരെ കൊണ്ടിട്ടുണ്ട്. നിരവധി പെല്ലറ്റുകളൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ, പാവപ്പെട്ട പെൺകുട്ടികൾക്കെതിരെ ക്രൂരമായി മർദ്ദനം അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായിട്ട് അതിന്റെ തിരിച്ചടികളുണ്ടാകും. ഇന്നലെ 4:30ക്കും 6:30ക്കും 9:30ക്കും ഇവിടെ ലാത്തിച്ചാർജ് നടന്നു പല സ്ഥലങ്ങളിൽ. ഈ ചുറ്റുവട്ടത്തില് ഞങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ പോലും അല്ലാതെ എല്ലാ റോഡും അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ റോഡുകളും. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുന്നിലത്തെ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയി മുഴുവൻ കിലോമീറ്ററുകൾ നടന്നാ തിരിച്ചു വീട്ടിൽ ഓഫീസിൽ വന്നത്. ആ സാധാരണക്കാര് വിഷമിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്നു. ബസ്സുകൾ മുഴുവൻ നിർത്തലാക്കിയിരിക്കുന്നു. ഓട്ടോറിക്ഷകൾക്ക് പോലും ഓടാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ജനജീവിതത്തെ പൂർണ്ണമായും പോലീസ് ബന്ധവസലാക്കിയിരിക്കുകയാണ്. ഇതൊരു പോലീസ് രാജല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും ഉള്ള അവകാശം ഇവിടെ ഓരോ പൗരനുമുണ്ട്. ആ പൗരാവകാശങ്ങളിലേക്ക് കടന്നു കയറുകയാണ്, ജനാധിപത്യ അവകാശങ്ങളിലേക്ക് അതിന് കിട്ടുന്ന തിരിച്ചടിയാണ്. ഇത് വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അക്രമ സമരം അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ഒപ്പം തന്നെ പ്രതിഷേധ സ്വരങ്ങളോട് ഒരു കാരണവശാലും ഒരു അസുകൃഷ്ണമായിട്ടുള്ള ഒരു സമീപനം ഭരണകൂടം സ്വീകരിക്കുകയും വരുത്. ശ്രീ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്ക് ഈ ഒരു സമരത്തിന്റെ ഇതുവരെയുള്ള പിക്ചർ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വളരെ നിർണായകമായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് സമരം ഒക്കെ ആയിട്ട് എംപിമാർ എത്തുന്നു. അപ്പോൾ ഇതൊരു അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരം ആണോ, അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർഗമാണോ? ഇതുവരെയുള്ള സംഭവവികാസങ്ങളെ അങ്ങ് നിരീക്ഷിക്കുമ്പോൾ അങ്ങ് എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ജോർജ് കളിവൽ പറയുകയുണ്ടായി, ഒരു ആൽമരം വീണ് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ചെറുമരങ്ങള് ആ ചുറ്റുമുള്ള ഭൂമിയും അത് അനുഭവിക്കും, അതിന്റെ ഒരു വേദന അനുഭവിക്കുമെന്ന്. ഇതാദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സിഖ് വിഭാഗങ്ങളെ ക്രൂരമായിട്ട് വംശഹത്യ നടത്തിയ കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത്, ആൽമരം വീണ് കഴിഞ്ഞാൽ മറ്റുള്ള ചെറുമരങ്ങളും വേദനിക്കും, തകരും എന്നൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഈ പറയുന്ന സമരത്തിനകത്ത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ കൃത്യമായ ലൈംഗിക അതിക്രമം ഉണ്ടായതിനെ പോലും ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത്. ഒരാൾക്ക് പോലും ഇങ്ങനൊന്നും വരരുതെന്ന് വേണം നമ്മൾ ആഗ്രഹിക്കാൻ. അത് ആദ്യത്തെ കാര്യം. പിന്നീട് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, യുവാക്കൾ നടത്തുന്ന സമരങ്ങൾ 100%
നീതിപൂർവകമാണ്, അവരുടെ അധികാരമാണ്, അവരുടെ അവകാശം. പക്ഷെ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, ആ സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി കയറിയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്രൂരവും ഹീനവുമായിട്ടുള്ള അക്രമങ്ങൾ, അതുപോലെ തന്നെ പൊതുമുതൽ തല്ലി തകർക്കലുകൾ, ഇല്ലാതാക്കലുകൾ, അവരൊക്കെ കാരണം ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന നാശനഷ്ടങ്ങൾ, അതുപോലെ പാർലമെന്റ് വിലയേറിയ സമയത്തെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും തകർക്കൽ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥികളല്ല. വിദ്യാർത്ഥികളെ ഞാൻ കുറ്റം പറയുന്ന ഒരിക്കലും. കാരണം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും വ്യവസ്ഥാപിത സമ്പ്രദായങ്ങൾക്കെതിരെ നിൽക്കുക എന്നുള്ളതാണ് യുവത്വത്തിന്റെ ശീലം. പക്ഷേ അതിന്റെ പേരിൽ ആ സമരത്തിനകത്ത് കടന്നുകൂടി ആ സമരത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട്, ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, രാഷ്ട്രീയവൽക്കരിച്ച് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പോലും രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നുള്ള ഗൂഢലക്ഷ്യവുമായിട്ട് ചെന്നിട്ട് സമരം നടത്തി അക്രമം അഴിച്ചുവിടുന്നതിന് നിശബ്ദ പിന്തുണ നൽകിയിട്ടുള്ള കക്ഷികൾ ഓരോരുത്തരും അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികൾ ഡൽഹി പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു ജന്തർ മന്ദറിലെ സമരങ്ങൾ. ജന്തർ മന്ദറിൽ സമാധാനമായിട്ട് പോയ സമരത്തെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു, പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒരു അജണ്ട ഉണ്ടാവുന്നു. ഈ അജണ്ട പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ രീതിയിൽ ഉള്ള ഒരു സമരത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന സംവിധാനം രാജ്യത്തിന്റെ തന്നെ പുരോഗതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് തിരിച്ചറിയാൻ ബുദ്ധിയുള്ള ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരാരും തന്നെ ഈ പറയുന്ന അജണ്ടയെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഒരു കാര്യം, ഈ പറയുന്ന ജന്തർ മന്ദറിൽ ഈ പോലീസുകാരെ ചവിട്ടിയിടുക, നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യാനുള്ള കാര്യം പറയുന്നത്, ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരുന്നത് പറയുന്നത്, സാക്ഷാത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പച്ചയ്ക്ക് അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതുപോലെ തന്നെ അയോധ്യയെ പറ്റി അപമാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെയാണോ ഈ പറഞ്ഞ സമരത്തിന്റെ ലക്ഷ്യം? അപ്പോൾ യുവാക്കൾ ഉന്നയിച്ച സമരത്തെയും അതിന്റെ സാധ്യതകളെയും അട്ടിമറിക്കുവാൻ വേണ്ടി ആളുകൾ നടത്തിയിട്ടുള്ള ഈ ശ്രമം, പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് എന്തൊക്കെ വെള്ളപൂശാൻ നോക്കിയാലും അതിന് യാതൊരു സംശയം വേണ്ട, അത് നടക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം കോൺഗ്രസ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റ് പ്രതിപക്ഷ സമരങ്ങൾ സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റും ഗവൺമെന്റുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ചേർന്നുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയാണ്. ആ നടപടി ഉണ്ടാവണം, ആധുനികവൽക്കരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാവും, ഈ കുറ്റങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ളവരെ കണ്ടുപിടിക്കും, പറയുന്നത് ആരെങ്കിലും അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, യുവാക്കളെ ഉപയോഗിക്കുന്നവരെ വെറുതെ വിടില്ല. ആ വാക്ക് വെറുതെ അല്ല, വെറുതെ വിടില്ല തന്നെയാണ്. ഈ ഒരു ഇത്തരത്തിലുള്ള സമരത്തിന്റെ പേരിൽ രാജ്യത്തിനെതിരെ നടത്തുന്ന കലാപശ്രമങ്ങളെ അടിച്ചമർത്തേണ്ട സമയമായിരിക്കണം. ഇന്ത്യയുടെ വളർച്ച മുന്നോട്ട് പോകുന്തോറും അതിന് അസൂയ പൂണ്ട ആളുകൾ പുറകിൽ നിന്ന് വന്നിട്ട് മറ്റു ചിലരുടെയൊക്കെ സഹായത്തോടെ നടത്തുന്ന ഈ നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെയാണ്, യാതൊരു സംശയം ഉണ്ടാക്കാൻ. ഓക്കെ, ശ്രീ ജോർജ് കള്ളിവല്ലി, നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു പരാമർശം, അത് ഈ അക്രമം അത് നേരിടുന്നത് അല്ലെങ്കിൽ അക്രമത്തിന്റെ ഇരകളായി തീരുന്നത് അത് ആരാണെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. ഒപ്പം നേരത്തെ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഈ ക്രമക്കേട്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം, കൃത്യമായിട്ടുള്ള സിസ്റ്റം അത് ക്ലിയർ ചെയ്യണം. ഗവൺമെന്റിനെ ശക്തമായിട്ട് തന്നെ ക്രിയാത്മകമായിട്ട് തന്നെ വിമർശിക്കണം. പക്ഷേ അതിന്റെ ഇടയിൽ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ആശങ്കയോടെ ഒന്ന് നോക്കി കാണേണ്ട വസ്തുത തന്നെയല്ലേ? രണ്ട് ചോദ്യങ്ങൾ. ഒരു വിശദീകരണം അതിനകത്ത് ഒരു തരത്തിലും ഞാൻ ഈ ആരെയും അപലപിക്കാതിരുന്നിട്ടില്ല. എല്ലാ അക്രമങ്ങളും അപലപനീയം തന്നെയാണ്, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അഭിലാഷ് എന്ന് പറയുന്ന അദ്ദേഹം ആ വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികളെ മൃഗീയമായി തല്ലിച്ചതച്ചതിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ അദ്ദേഹം ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായി, അതും കയ്യേറ്റ ശ്രമമൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത്, ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നത് ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ക്യാമറാമാൻ തന്നെയാണ്. അവരെ ഇവർ കൂവി എന്നുള്ളതും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയുള്ള തെറ്റുകൾ, പല തെറ്റുകൾ ഇവർ പ്രകോപനം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ്. തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും, ജനങ്ങൾ പ്രതികരിക്കും. അത് കൊലപാതകമൊന്നും നടന്നിട്ടില്ല ഇവിടെ ആ സ്ത്രീയെ ആരും അടിച്ചിട്ട് പോലുമില്ല. അവർക്കെതിരെ ഒരു തരത്തിലുള്ള ലൈംഗിക പരിപാടി, അതൊക്കെ സംഘപരിവാറിന്റെ കുപ്രചരണം മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ജമ്മു കാശ്മീരിന്റെ പ്രശ്നവും ജമാഅത്തയുടെ അങ്ങനെയുള്ള ഒന്നും ആ സമരത്തിലുള്ള ആരും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഒത്തിരി പേര് പലതും പറയും, അതൊന്നും സമരക്കാരോ വിദ്യാർത്ഥികളോ ഉത്തരവാദികളല്ല. അതൊക്കെ ഈ യഥാർത്ഥ സമരത്തെ വിഷയത്തിൽ നിന്ന് തിരിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ, ഈ പണ്ടും നെഹ്റുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, അല്ലെ കോൺഗ്രസിന്റെ കാലത്തുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനല്ലല്ലോ ഇവര് 12 കൊല്ലമായി BJP ഭരിക്കുന്നു. അതിനു മുമ്പ് 5 കൊല്ലം വീണ്ടും ഭരിച്ചിട്ടുണ്ട്. അപ്പോ ഈ തെറ്റുകൾ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ 2024 നീറ്റിന്റെ പരീക്ഷാ പേപ്പർ ചോർന്നപ്പോൾ ആ തൊട്ടുപുറകെ അന്ന് നിയമം കൊണ്ടുവന്നു, പാർലമെന്റ് ചർച്ച ചെയ്ത് നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ്
വീണ്ടും ചോർന്നിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിയില്ലാതെ, മന്ത്രിക്കും സർക്കാരിന് ഉത്തരവാദിത്വമില്ലാതെ ഇത് ഞാൻ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലമായി കേട്ടിരിക്കുന്നു. ഒരാളെ ശിക്ഷിച്ചിട്ടില്ല, ഇന്ന് വരെ അത് ശിക്ഷിക്കത്തില്ല. ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാം, റെയിൽവേ അപകടമുണ്ടായപ്പോൾ ഇവിടെ റെയിൽവേ മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ട്. ആ രാജ്യമാണിത്. അതാണ് ജനാധിപത്യ വ്യവസ്ഥ. ഇവിടെ പ്രധാനമന്ത്രി ഈ ആരാണ് അയോധ്യയിലെ രാമക്ഷേത്ര വിശ്വാസികളെ അപമാനിച്ചത്? അവിടെ കൊള്ള നടത്തിയവരാണ്. അവിടെ RSSും VSPയും മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അവർ മാത്രമാണ് കൊള്ള നടത്തിയത്. ആ കൊള്ളക്കാരെ ശിക്ഷിക്കാതെ അതിനെതിരെ FIR ഇടാൻ പോലും 2 ആഴ്ച വൈകിയവരാണ്. ഇപ്പൊ തന്നെ ഈ കേസിൽ ഒരു ചർച്ചയ്ക്ക് പോലും നടക്കാതെ മെയ് 3 പരീക്ഷാ പേപ്പർ തുറന്നിട്ട് ഇന്ന് പ്രധാനമന്ത്രി പറയുക അതിവേഗ കോടതിയിൽ നിന്ന് അതിലും പതുക്കെ സാവധാനമുള്ള ഒരു പ്രഖ്യാപനം പോലും കോടതി ഉണ്ടായിട്ടില്ലെന്നല്ല. അതിവേഗ കോടതി ഉണ്ടാകണമെങ്കിൽ 2 ദിവസം പ്രഖ്യാപിക്കണം, അല്ല ഒരാഴ്ചക്കെങ്കിലും പ്രസ്താവിക്കണം. ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാം. ഒരു കാര്യം കൂടി, സത്യം അതാണ്. ഒരു കാര്യം ശ്രീ ജോർജ് കളിവിൽ, ഈ സമരത്തെ നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രക്ഷോഭം ഒരു സ്വിച്ചിട്ട പോലെ അത് എന്നേക്കുമായി നിലയ്ക്കും എന്ന ഒരു നിരീക്ഷണം അങ്ങേക്കുണ്ടോ? എനിക്ക് ഒട്ടുമില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു ഇത് മാത്രമാണ്. ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കുകയും മന്ത്രി അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുത്ത് രാജിവെക്കുകയും ചെയ്യാം. ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ 100 കണക്കിന് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. 1 ഡസനിലേറെ കുട്ടികളുടെ ജീവനെടുത്ത നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ ഒരു മന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പാർലമെന്റ് മുഴുവൻ സമീപിക്കുകയാണ്. അവിടെ പറഞ്ഞു തന്നെ അടിയന്തര പ്രമേയം പറ്റിയതെന്ന്. എന്നിട്ട് ഒരു ദിവസം പോലും ചോദ്യ ഉത്തരം നടന്നിട്ടില്ല. ആ ചോദ്യോത്തരം നടക്കുന്നതിന് മുമ്പേ ബഹളം തുടങ്ങുന്ന പാടെ സ്പീക്കർ പിരിച്ചുവിട്ടിട്ട് പോവുകയാണ്. 2 മിനിറ്റ് പോലും എടുക്കുന്നില്ല പിരിച്ചുവിടാൻ. അപ്പൊ ഈ ചോദ്യോത്തരം ആളെ മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതിന് വഴങ്ങിയില്ല. ഇതെല്ലാം ജനങ്ങളെ അറിയത്തില്ലാത്തവരെ കബളിപ്പിക്കാൻ പറ്റും. പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ BJPക്കാരുടെ മക്കൾ തന്നെയാണ് ഈ സമരത്തിൽ വന്നതിലെ കൂടുതൽ. ഞാൻ ജോൺസൺ കൊച്ചൂർമനിൽ പോകുന്നതിന് മുമ്പ് ഡോക്ടർ അഭിലാഷൻ കാര്യം ഉയർത്തിയായിരുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാർത്ത കണ്ടാൽ നെറേറ്റീവ് ഏതാണ്, ഫേക്ക് ഏതാണ്, ജെനുവിൻ ഏതാണ്, കൺസേൺ ഏതാണെന്ന് തിരിച്ചറിയാനും ഡിസേൺ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു യുവതിക്ക് നേരെ ഉണ്ടായ, അതും ഒരു മാധ്യമ പ്രവർത്തക, അദ്ദേഹത്തിന്റെ തന്നെ ഈ പറയുന്ന ഒരു ഫ്രട്ടേണിറ്റിയിലുള്ള ഒരാൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമത്തെ ഇത്ര നിസ്സാരമായിട്ട് ന്യായവൽക്കരിച്ചത് അതുപോലെ ഒന്നും ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ എന്താ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചില്ല. പറയണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് നോർമലൈസ് ചെയ്താണ് സംസാരിച്ചത്. ഒരു അതിക്രമത്തെ, ഒരു ലൈംഗിക അതിക്രമത്തെ നോർമലൈസ് ചെയ്താണ്. അതൊന്നും ഒരു കുഴപ്പമല്ല. ഇതുപോലെ എന്തെല്ലാം ഉണ്ടാവുന്നതൊക്കെ പറയാൻ പാടുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു വ്യക്തിക്കായാലും ഒരു കുട്ടിക്കായാലും 10,000 സ്ത്രീക്കായാലും ആൾക്കായാലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് വലിയൊരു ക്രൈമാണ്. ആ ക്രൈമിനെ ക്രൈമായിട്ട് തന്നെ പറയണം. അതിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുണ്ട്. ഇല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ BJPക്കാരുടെ മക്കളാണെന്നൊക്കെ. ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഇതിന്റെ നെറേറ്റീവ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? കുറച്ച് പേര് ചേർന്നിട്ട് BJPക്കാരുടെ മക്കളാണെന്ന് പറയുക. ഇതൊക്കെ അസംഷൻസ് തന്നെയാണ്. ഈ അസംഷൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഇതൊക്കെ കാണുന്നവരാണ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, പല പ്ലാറ്റ്ഫോംസിൽ നിന്ന് വായിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഇനി കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഈ പറഞ്ഞ സമരമായിട്ട് ഇത് ഈ പറയുന്ന പോലെയുള്ള ലീക്കുകൾ, പേപ്പർ ലീക്കുകൾ പല സ്ഥലങ്ങളിലും പല കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാജിവെക്കുന്ന കാര്യം പറഞ്ഞു. എത്ര കോൺഗ്രസ് മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്? അഴിമതിയിൽപ്പെട്ട് പുറത്തു പോകുന്നല്ലാതെ എത്ര പേര് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിട്ട് പല കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വിശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങൾ കാണുന്നുണ്ട്. സത്യവും അല്ലാത്തത് എന്താണെന്ന് അവർ വേർതിരിക്കട്ടെ ഈ ചർച്ചയിൽ തന്നെ. ഞാൻ ശ്രീ ജോൺസൺ കൊച്ചൂർമനിലേക്ക് വന്നതിന് ശേഷം ഞാൻ അടുത്ത റൗണ്ടിൽ ശ്രീ ജോർജ് കളിവിലേക്ക് വരാം. ശ്രീ ജോൺസൺ കൊച്ചൂർമൻ, നമ്മൾ വളരെ പ്രക്ഷുബ്ധമാണ് അന്തരീക്ഷം. ഈ സമരത്തിന്റെ, നമ്മുടെ ഈ ചർച്ചയുടെ സ്വഭാവം തന്നെ വളരെ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ സമരം തുടങ്ങാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, ഇപ്പോൾ സമരം ഇവിടെ എത്തി നിൽക്കുന്നു. അതായത് ഇപ്പോൾ MP-മാർ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിലേക്ക് കടന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഇതിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സാഹചര്യങ്ങളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് BJPക്ക് ഇത് കടുത്ത ഒരു തലവേദന സൃഷ്ടിക്കാൻ ഒരു സാധ്യതയില്ലേ? ശ്രീ ജോൺസൺ കൊച്ചൂർമൻ. ജോർജ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. വിഷയം പ്രക്ഷുബ്ധമാണ്.
അതൊക്കെ നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായി. ദില്ലിയിലെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ മൈക്കൽ കൽവയിൽ. അദ്ദേഹം ഈ ചർച്ചയിൽ ഏകപക്ഷീയമായി ആ സമരത്തെ ന്യായീകരിച്ചതിൽ എനിക്ക് വിഷമം തോന്നി. ഞാനൊരു ചെറിയ മാധ്യമപ്രവർത്തകനാണ്, പക്ഷെ ഒരു സമരത്തെ അദ്ദേഹം ഏകപക്ഷീയമായി ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ, നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് പക്ഷവും പറയണം, അതിനകത്തെ ശരികൾ പറയണം, തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, അതിലൊന്നിട്ടില്ല. പക്ഷെ ആ സമരങ്ങളിലെ ഒരപകടങ്ങൾ പോലും പറയാതെ, ആ സമരത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും പരാമർശിക്കാതെ, ആ സമരത്തെ എന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുത്തത് എന്ന് പറയാതെ ആ സമരത്തെ ന്യായീകരിച്ചതിൽ എന്റെ വിയോജിപ്പ് ആദ്യമേ രേഖപ്പെടുത്തും. ജോർജി, ഈ പരീക്ഷ പേപ്പർ ചോർന്നു, ഒരു പിഴവുണ്ടായി, എന്താണ് അടുത്ത നടപടി? ആ കാര്യം അന്വേഷിക്കുകയും അതിൽ കുറ്റക്കാരായിരിക്കുന്ന വ്യക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണല്ലോ കുട്ടികൾ ഉയർത്തുന്ന ആവശ്യം, അല്ലെങ്കിൽ യുവജനങ്ങൾ ഉയർത്തുന്ന ആവശ്യം അതാണല്ലോ. ആ ആവശ്യം എന്തുകൊണ്ട്, ഇതാണ് ചോദ്യം കേട്ടോ, ഞാൻ അങ്ങോട്ട് ചോദിക്കുക, എന്തുകൊണ്ട് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിഞ്ഞില്ല? ഈ സമരം ഇങ്ങനെ മേൽവിലാസമില്ലാതെ ഒരാൾക്കൂട്ടത്തിന്റെ, ഒരു മൂവ്മെന്റിന്റെ സമരമായിട്ടായിരുന്നു ഉണ്ടാവേണ്ടത്. സമരത്തിന് ആധാരമായ വിഷയത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സമരത്തിന് ആധാരമായ വിഷയം കൃത്യമാണ്, കുട്ടികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അവർ ചോദ്യം ചെയ്യണം. പക്ഷേ അതെങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത്? ആ ചോദ്യം ചെയ്യുന്നൊരു രീതി വേണ്ടേ? അപ്പോൾ ഒരു മറുചോദ്യം ഉണ്ടാകും, രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ സമരം ചെയ്യാൻ അവകാശമുള്ളൂ. അല്ല, സ്വതന്ത്ര സംഘടനകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. അതിനൊരു ഫോം ഉണ്ടാകണ്ടേ? കൃത്യമായ കത്ത് കൊടുക്കണ്ടേ? എവിടെ സമരം ചെയ്യും, എങ്ങനെ ജനങ്ങൾ പങ്കെടുക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇപ്പോ മൈക്കിൾ സാർ പറഞ്ഞു, ഇതേ സ്ഥലത്ത് പാർലമെന്റ് മുമ്പിൽ സമരം നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ എത്രമാത്രം ജനബാഹുല്യം ഉണ്ടാകുമെന്ന് അവിടുത്തെ സെക്ഷൻ രാജ്യത്തും ഇന്റലിജൻസിനും ഒക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അതിന് അതിൻ്റെതായ പരിഗണനയെ കൊടുത്തിട്ടുള്ളൂ, മാന്യമായി തടഞ്ഞിട്ടുണ്ടാവും, തിരിച്ചയച്ചിട്ടുണ്ടാവും. ഇതങ്ങനെയാണോ? ഇത് ആ രീതിയിലാണോ? അതിനപ്പുറമായി ഒരു പ്രത്യേക സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ച് കയറുന്ന തീവ്രവാദികളുടെ സ്വഭാവത്തോടെയാ ആ കുട്ടികൾ പെരുമാറിയത്. കുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല, കുട്ടികളുടെ പേരിൽ അവിടെ എത്തപ്പെട്ടിരിക്കുന്നവർ മുഴുവൻ, മൈക്കിൾ സാറെ അങ്ങനെ വെള്ള പൂശരുത്. അവിടെ എത്തപ്പെട്ടവര് മുഴുവനും കുട്ടികളല്ല. ജോർജ് കള്ളിവേലിലാണ് പേരിലൊരു സാറല്ല, ഞാൻ ഏറ്റവും ബഹുമാനങ്ങൾ സാറെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ എത്തപ്പെട്ടവര് കുട്ടികളുണ്ട്, കുട്ടികളുടെ പ്രതിനിധികളുണ്ട്, ആ വിഷയത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്. കേരളത്തിൽ നടക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ആ വിഷയത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് രാജ്യവിരുദ്ധ നിലപാടുള്ളവർ ഉണ്ട്, ഇതിനൊരു സംശയമില്ല. ഇതൊന്നും എഡിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ AI വരുന്ന ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെന്താ പള്ളിപ്പുറത്ത് പഠിക്കുന്ന കുട്ടികളാണോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ? ഇതൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലേ? അവർ പങ്കെടുത്തവർ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുടക്കിയിട്ടില്ലേ? പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ആക്രോശിച്ചിട്ടില്ലേ? സമരങ്ങളിലും മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ, അതൊക്കെ ചിലപ്പോൾ നിയന്ത്രണം വിട്ടൊക്കെ പോകും. പക്ഷെ അതിലൊക്കെ മറ്റു ചില സമരങ്ങളുടെ ധ്വനികൾ കൂടി കടന്നു വരുമ്പോൾ, കാശ്മീരിന്റെ അടക്കമുള്ള സമരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുടെ ധ്വനി. 2, അവിടെ വന്നവരെല്ലാം സ്വന്തം കയ്യിലെ പണം എടുത്തുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അത് കൃത്യമായും തെറ്റാണ്. അങ്ങനെ പോയിട്ടുള്ളവരുണ്ട് സാർ, ജോർജി, അങ്ങനെ പോയിട്ടുള്ള കുട്ടികളുണ്ട്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന, ഹോസ്റ്റലിൽ ഇരിക്കുന്നവരെല്ലാവരും സ്വന്തം കയ്യിലെ പണം എടുത്തുകൊണ്ട് വിമാനം കയറി ദില്ലിയിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് നമ്മൾ. അവിടെ ചെന്നവർക്ക് മുഴുവനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തത്, സൗജന്യമായിട്ട് കൊടുത്തത്, ഇതിന്റെയൊക്കെ സ്രോതസ് അന്വേഷിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു, മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണല്ലോ കോൺഗ്രസ് ഏറ്റെടുക്കുകയും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരോട് കൂടെ ചേരുകയും ചെയ്തിരുന്നെങ്കിൽ ആ സമരത്തിന് ലീഡർഷിപ്പ് ഉണ്ടാകുമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചൊരു കൃത്യത ഉണ്ടാകുമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ, അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യത ഉണ്ടാകുമായിരുന്നു. ഈ നിയന്ത്രണം വിട്ട ഒരു ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് രാജ്യ തലസ്ഥാനം സമീപിച്ചാൽ, ഇപ്പൊ കള്ളിവേലി സാറ് തന്നെ പറഞ്ഞല്ലോ, അവിടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, മെട്രോ സ്റ്റേഷനുകൾ അടച്ചു.
അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ പറഞ്ഞത് പോലീസ് നടപടി കടുത്തുപോയി എന്നുള്ള വസ്തുതയാണ്. ആ കുട്ടികൾക്ക് തല്ലി കിട്ടിയാൽ നമുക്ക് അതിന് വേദനയുണ്ട്. പക്ഷെ ഇതിലും വലിയ അക്രമത്തിലേക്ക് ചിലപ്പോൾ പോലീസ് പോകും. കാരണം രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അത് ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം വന്നിട്ട് കത്തിച്ചാമലാക്കാൻ അനുവദിക്കണം. ഓരോ മനുഷ്യജീവനും സംരക്ഷിക്കേണ്ടവരാണ്. പക്ഷെ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു കലാപം പോലെ തെരുവിലേക്ക് ആരെങ്കിലും നമ്മൾ നിൽക്കുന്ന ഇപ്പൊ തൃശ്ശൂര് സെക്രട്ടറിയുടെ ഓഫീസിന് തൃശ്ശൂര് 10,000-കണക്കിന് ഇറങ്ങിയെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിർജീവമായിട്ട് നിൽക്കാൻ കഴിയുമോ? ജനക്കൂട്ടത്തെ പേടിച്ച് നിൽക്കേണ്ടതാണ് പോലീസ്. പോലീസ് നടപടികൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ ആൾമരം വീണിട്ട് പരിക്ക് പറ്റിയെന്ന് പറയരുത്. പോലീസ് തല്ലിയാൽ പരിക്ക് പറ്റിയാലും അത് ആൾമരം വീണിട്ട് പരിക്ക് പറ്റിയതായ രീതിയിലൊക്കെ പരിഗണിച്ചാൽ മതി. ഞാൻ വളരെ ഈ ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നത് ജോർജി, ഈ സമരത്തിന്റെ ആവശ്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. സമരത്തിന്റെ ശൈലിയെ നമുക്ക് ഒരു രീതിയിലും ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ജനാധിപത്യ ബോധമുള്ള ഒരാളെന്ന നിലയിൽ നമുക്ക് പിന്തുണയ്ക്കാനാവില്ല. ഒരു കാരണവശാലും പിന്തുണയ്ക്കാനാവില്ല. ഓക്കെ, ശ്രീ ജോർജ് കള്ളിവേലിൽ, ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ഇപ്പൊ നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അത് പരീക്ഷാ ക്രമക്കേട് അല്ലെങ്കിൽ ആ സിസ്റ്റം ശരിയാക്കണം, അതൊക്കെ വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പോൾ നേരത്തെ അങ്ങ് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഇതിന്റെ നേതൃത്വത്തിലുള്ളവർ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പല വീഡിയോകളും അത് വന്നിട്ടുണ്ട്. ഈ പോലീസിന്റെ നേരെ നടക്കുന്ന ആക്രമണം, പോലീസ് അങ്ങോട്ട് നടത്തുന്ന ആക്രമണം, ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ നടത്തുന്ന ചില വിവാദപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ, ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ അഭിമുഖങ്ങൾ പല മാധ്യമങ്ങളും എടുക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ. ഇന്ന് തന്നെയാണെങ്കിൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമം ആ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ലോകാവസാനത്ത് അങ്ങനെയൊക്കെ അവിടുന്ന് ക്ലബ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈവിട്ട് പോകാനുള്ള ഒരു സാഹചര്യം, എല്ലാ തരത്തിലും കൈവിട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തി നിൽക്കുന്നത്? ശ്രീ ജോർജ് കള്ളിവേൽ, ഇതിപ്പം ഒരു ആങ്കറും 2 പാനലിസ്റ്റുകളും കൂടെ ചേർന്ന് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഞാനിവിടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങളൊരു ഒരു ഇതിന്റെ ഒരു വശം മാത്രം എടുത്ത് ഇല്ലാത്ത ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. എല്ലാ സമരങ്ങളും, ലോകത്തല്ല ഇന്ത്യയിലെ എല്ലാ സമരങ്ങളും ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അത് അണ്ണാ ഹസരയുടെ സമരമായാലും അത് നിർഭയ കേസിലെ സമരമായാലും നൂറുകണക്കിന് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റേതൊക്കെ പിന്നെ ഈ നമ്മുടെ പൗരത്വ പ്രശ്നം പോലുള്ളതിനകത്തൊക്കെ കുറച്ചൊക്കെ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യയിലെ രാഷ്ട്രീയവും ലോകത്തെ രാഷ്ട്രീയവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നതിന്റെ കീഴിൽ ഒരു 40% പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടുത്തെ യുവാക്കൾക്ക് അവർക്ക് രാഷ്ട്രീയമില്ല. ഈ CJPക്ക് പോലും ഏത് രാഷ്ട്രീയമാണെന്നും കോൺഗ്രസ്സുകാർ പോലും സംശയിക്കുകയാണ്, പ്രതിപക്ഷം പോലും സംശയിക്കുകയാണ്. കാരണം അവര് എത്രയോ ദിവസമായി സമരം ചെയ്തിട്ട് മോഡിനെയോ അമിത്ഷായോ പരോക്ഷമായിട്ട് പോലും പേരെടുത്ത് പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസിന് ഇതേക്കുറിച്ച് സംശയമുണ്ട്, അതുകൊണ്ടാണ് അവര് വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നു, CJPയുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ, ഞാൻ ആ കുട്ടിയെ എന്റെ സഹപ്രവർത്തക അടക്കമുള്ള ആരോട് ചെയ്യുന്നതും തെറ്റാണ്. പക്ഷെ ഇത്തരം പല തെറ്റുകൾ നേരിട്ട് കണ്ടിട്ട് അന്നൊന്നും ഒരു വാക്ക് അപലപിക്കാത്തവർ, ഇവിടെ ജേർണലിസത്തെയും അടിച്ചമർത്തുമ്പോഴും അതിനെതിരെ ഒരു വാക്ക് പറയാത്തവരാണ് ഇപ്പൊ വലിയ സ്നേഹമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഈ ജോൺസൺ കൊച്ചുപറമ്പിൽ വളരെ തന്ത്രപരമായി അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഈ വിഷയത്തെ അനുകൂലിക്കുന്നു, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഈ കുതന്ത്രങ്ങളെയും അതിന്റെ പിന്നിലുള്ള ശക്തികളെയും ഞാൻ എതിർക്കുന്നു. രാജ്യസ്നേഹം കൊണ്ടാണ് അത്രയും. ഈ രാജ്യസ്നേഹമുള്ളവർ ദയവേത് ആരുടെയും രാജ്യസ്നേഹത്തെ കുറിച്ച് കുറച്ച് കാണരുത്. ഈ രാജ്യത്ത് ഈ വന്നിരിക്കുന്ന മുഴുവൻ കുട്ടികളും, ഞാൻ സംസാരിച്ചതിൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SFIക്കാരും ഈ ഐസ എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷ സംഘടനകൾ അവർ ഈ CJPയുടെ സമരത്തിന് മാറി വേറൊരിടത്ത് പ്രത്യേക പന്തൽ കെട്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്, അല്ലാതെ അവർ ഈ സമരത്തിലില്ല. ആയിരക്കണക്കിന് ഈ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി പോലും അല്ല, സോഷ്യൽ മീഡിയയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയാണ് ലോകത്തെല്ലാം വിപ്ലവം നടക്കുന്നത്. ഈ അനീതിക്കെതിരെ, സർക്കാരുകളുടെ തെറ്റുകൾക്കെതിരെ, തിന്മകൾക്കെതിരെ പ്രതിരോധിക്കാൻ പ്രതിരോധത്തിന്റെ ഒരു രാഷ്ട്രീയം,
ചെറുത്തുനിൽപ്പിന്റെ ഒരു രാഷ്ട്രീയം. അത് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയമല്ലാതെ അവിടെയാണ് പുതുതലമുറയെ മനസ്സിലാക്കേണ്ടത്. ആ പുതുതലമുറ അവിടെ ഞാൻ കണ്ടത് 10 വയസ്സുള്ളവരെയും 9 വയസ്സുള്ളവരെയും മുതൽ പ്രായമായവർ വരെ, കൈക്കുഞ്ഞുമായി വന്നവർ വരെ, പ്രൊഫഷണലുകൾ വരെ, അവരിൽ പലരും ഇന്നലെ എന്നോട് ഞാൻ നടന്നു പോകുമ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാ സാറേ ഈ ഇന്ത്യ ഗേറ്റ്? കാരണം അവര് ഞാൻ ചോദിച്ചു എങ്ങനെയാ വന്നത്. അവരൊരു 7 പിള്ളേരായിരുന്നു. 7 പിള്ളേരും മധ്യപ്രദേശിൽ നിന്ന്, ഭോപ്പാലിൽ നിന്ന് സാധാരണ ട്രെയിൻ കയറി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയവരാണ്. അവർ ഈ സമരത്തോട് പിന്തുണ കൊടുക്കുക. അങ്ങനെ അല്ലാത്ത ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 10-25 ദിവസമായി എല്ലാ ദിവസവും ഈ സമരവേദിയിൽ നേരിട്ട്, കാരണം ഞങ്ങൾക്ക് നടന്നു പോകുന്ന ദൂരമാണ്, കേരള ഹൗസിനോട് ചേർന്ന് ഉള്ള സ്ഥലമാണ്. ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞ എന്റെ ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ഇവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ നല്ല റിപ്പോർട്ടർമാർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അത് ഇടതുപക്ഷമല്ല, അല്ലെങ്കിൽ തീവ്രവാദികളല്ല, അല്ല BJP വിരുദ്ധരല്ല. BJPയെ അനുകൂലിക്കുന്നവർ പോലും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കാൻ മാന്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടർക്ക് അവിടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. തികച്ചും പക്ഷപാതപരമായി ഇതിന്റെ ഒരു വശം, ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പത്രം, ഈ ഇത്രയും കുട്ടികളെ പോലീസ് അതിക്രൂരമായി ലാത്തിചാർജ് ചെയ്ത് ഏതാണ്ട് 170 പേർക്ക് പരിക്കേറ്റപ്പോൾ അവിടെ പോലീസ് പ്രതിപക്ഷ സമരത്തെ തടഞ്ഞു. ഹെഡിങ് ആണ്. അകത്ത് കൊടുത്തിരിക്കുന്ന പടം 4 പോലീസുകാർക്ക് പരിക്കേറ്റതാണ്. ഒരൊറ്റ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ പടമില്ല. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ദിനപത്രം എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാത്രം കാര്യമാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ തികച്ചും വൺ സൈഡഡ് ആയി വ്യാജ നെറേറ്റീവുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ അടച്ചുവിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ജനം സത്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ജനം പ്രതിഷേധിക്കാൻ തുടങ്ങി. ആ സമരത്തിൽ 3 ദിവസം പോയി ആ സമരത്തിൽ പങ്കെടുത്തവനാണ്. ഞങ്ങൾക്കാർക്കും രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ആക്ഷേപിക്കാം, ആരോപിക്കാം. എനിക്ക് പിണറായി വിജയനോടും സതീശനോടും രാജീവ് ചന്ദ്രശേഖരനോടും ശ്രീ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെ ഒരേ ബന്ധമാണുള്ളത്. ഒരേ ബന്ധമാണ്. ആ സ്നേഹബന്ധം അവർക്ക് നല്ലപോലെ എന്നെ തിരിച്ചറിയാൻ കഴിയും. അവർക്കാർക്കും എന്റെ റിപ്പോർട്ടിങ്ങിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ സത്യം ഞങ്ങൾ വിളിച്ചു പറയും. സത്യം പറയുന്ന കാര്യത്തില് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഇന്ന് വരെ ആർക്കും കീഴടങ്ങിയിട്ടില്ല, ഇനിയോട്ട് കീഴടങ്ങാനും പോകുന്നില്ല. അല്ലെങ്കിൽ എന്റെ മരണം കാണേണ്ടി വരും. അതിനും എനിക്ക് പേടിയില്ല. അത്തരം ഭീഷണികളൊന്നും വേണ്ട. സത്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം മാത്രമേ പറയൂ. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരാളും ആസൂത്രിതമായി കൊണ്ടുവന്ന ഒരു സമരമല്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അഭിജിത്ത് ഗുപ്ത എന്ന് പറയുന്ന ദളിതന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലായിരുന്നു അദ്ദേഹം എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചു വന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദളിതനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ചർച്ചയ്ക്ക് വെറുതെ പോലും ഒരാളെ ഒരു സഹമന്ത്രിയെ, ഒരു MP പോലും പറഞ്ഞു വിടാത്തവരാണ് ഇപ്പൊ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാന്ന് പറയുന്നത്. ആദ്യത്തെ 2 ദിവസം പാർലമെന്റിലെ എല്ലാവരും നോട്ടീസ് കൊടുത്തു, എല്ലാ പ്രതിപക്ഷ കക്ഷികളും. അന്ന് ചർച്ചയ്ക്ക് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു വ്യക്തത വരുത്താൻ ആഗ്രഹിക്കും. ഇപ്പൊ ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദി വേണമെന്ന് എന്തുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത്? അത് വീണ്ടും ഈ പറയുന്നത് പോലെ സമരം വീണ്ടും നീണ്ടുപോകാൻ ഇടയാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ വൈകിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഒരു ന്യൂട്രൽ വേദി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ല എന്ന് വാശി പിടിക്കുന്നത് അത് ശരിയാണോ? നിങ്ങൾ കാണുന്ന പോലെ അല്ല ഇതിനെ കാണേണ്ടത്. മന്ത്രി ഓഫീസിൽ വിളിച്ച് 4 മണിക്കൂർ കാത്തിരുന്ന്, പാർലമെന്റിലെ ഓഫീസിൽ വിളിച്ച് JP നഡ്ഡ ചർച്ചയ്ക്ക് വിളിച്ച് 2 CJPയുടെ 2 വക്താക്കൾ അവിടെ പോയിരുന്നു. 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മന്ത്രിയെ കണ്ടത്. കണ്ടു കഴിഞ്ഞ് മന്ത്രി ഒരാവശ്യം പോലും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെ വിടുകയും ലാത്തി ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു ഇനി അങ്ങോട്ട് ചർച്ചയ്ക്കില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങളൊരു കാര്യം പാർലമെന്റിലേക്ക് വരണ്ട, മന്ത്രിയുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ വരാൻ പറഞ്ഞു. അവർ പറഞ്ഞു അത്ര മണ്ടന്മാരൊന്നും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങള് രാഷ്ട്രീയ പാർട്ടികളെ പോലെ, നേതാക്കളെ പോലെ അവർക്ക് അഡ്ജസ്റ്റ്മെന്റോ ഒത്തുതീർപ്പോ ആവശ്യമില്ല. അവര് പ്രതിരോധിക്കുക തന്നെ ചെയ്യുന്നു എന്നാണ് അവരൊന്നും പറഞ്ഞത്. ഓക്കെ, യെസ്. ശ്രീ ഡോക്ടർ അഭിലാഷ് സി രമേശ്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കടന്നുവരവ്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വരുന്നു, കോൺഗ്രസ് നേതാക്കൾ വരുന്നു, ഇപ്പോൾ തന്നെ MP മാർ അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഈ ഒരു സമരം ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇടപെടലിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ ഡോക്ടർ അഭിലാഷ്? അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ എന്നെയും സഹപാനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ ജോൺസണെയും അദ്ദേഹം നമ്മുടെ ജോസ് സാർ പറഞ്ഞത് ഭയങ്കരന്മാരെന്നാണ്. ഇപ്പൊ ഭയങ്കരരിൽ ഭയങ്കരനായിട്ടുള്ള
ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുലപതികൾക്കൊപ്പം നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇദ്ദേഹം സൃഷ്ടിക്കുന്ന നെറേറ്റീവിനെ പറ്റിയിട്ട് ഇവിടെ പറയേണ്ടി വരും. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അഭിജിത്ത് ദിപ്കയെ പറ്റി പറയുമ്പോഴെല്ലാം തന്നെ പറയുന്നു ദളിതൻ. കൃത്യമായിട്ടത് പറയണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നറേറ്റീവിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം സ്വതന്ത്രമായിട്ടല്ല ഇത് പറയുന്നതെന്നുള്ളത് അവിടെ തന്നെ വരികയാണ്. ജാതി, മതം, വർഗം തുടങ്ങിയതൊക്കെ അല്ല. ഞാൻ അങ്ങ് പറഞ്ഞോട്ടെ സാർ, ഞങ്ങൾക്കും പറയാനുള്ള സമയം തരൂ സാർ. ഞങ്ങളും പറഞ്ഞോട്ടെ. അപ്പം ഈ രീതിയിൽ ഓരോന്നിനെയും ജാതിയുടെയും മതത്തെ, വിദ്യാർത്ഥികൾക്കിടയിൽ ജാതി മതം ഒന്നുമില്ല സാർ. വിദ്യാർത്ഥികൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ ഗ്രീവൻസ് ഉന്നയിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീവൻസിനകത്തേക്ക് എന്തിനാണ് നിങ്ങൾ ജാതി കൊണ്ടുവരുന്നത്? എന്തിനാണ് മതം കൊണ്ടുവരുന്നത്? എന്തിനാണ് അതിനകത്ത് മോദിയെ, പ്രധാനമന്ത്രിയെ കൊന്നുകളയാനുള്ള ആഹ്വാനങ്ങൾ വരുന്നത്? ഇതൊക്കെ കുഴപ്പം തന്നെയാണ്. ഈ കുഴപ്പങ്ങൾ കണ്ടാൽ തിരിച്ചറിയുക തന്നെയും സംസാരിക്കുകയും ചെയ്യും. പിന്നെ അങ്ങ് ഈ പറയുന്ന പോലെ അങ്ങ് ഈ ചർച്ച ഇപ്പോൾ കീഴടക്കി നിൽക്കുകയാണ്. അങ്ങ് ഈ ചർച്ചയുടെ മുഴുവൻ നറേറ്റീവ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങ് പറയുന്നത് മാത്രമല്ല നറേറ്റീവ്, അങ്ങ് പറയുന്നത് മാത്രമല്ല ഫാക്ട്. ഒബ്ജക്റ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിനകത്തൊന്നും തന്നെ ഇല്ല. ഇനി ഇപ്പോ നേരത്തെ നമ്മൾ അങ്ങനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ശ്രീ ജോർജി? ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, അതിനകത്തുള്ള പിക്ചർ വളരെ ക്ലിയർ ആണ്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സമരത്തിന്റെ അവസാന ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നു, കൃത്യമായിട്ട് വരുന്നു. നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ പിറന്നാൾ ആശംസയ്ക്ക് പോയതിനു ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയുടെ പെരിമീറ്ററിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള രാഷ്ട്രീയ പത്രപ്രവർത്തകർ വരുന്നു. അവർ വന്ന് ഇത് കവർ ചെയ്യുന്നു. അതോടുകൂടി ഈ പറയുന്ന സമരത്തിന്റെ ഒരു ഭാഗം ശ്രീ രാഹുൽ ഗാന്ധി അടർത്തിയെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഈ സമരത്തെ എന്ത് ചെയ്തു? പൊളിറ്റിസൈസ് ചെയ്തു, രാഷ്ട്രീയവൽക്കരിച്ചു. വിദ്യാർത്ഥികളുടെ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുതന്ത്രം നടത്തി. ആ കുതന്ത്രമാണ് ഇന്ന് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഭിജിത്ത് ദിപ്കയുടെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ജാതി കലർത്തുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യം പറയുന്നത് ഒന്നും നിസ്സാരമല്ലെന്നാണ് പറയുന്നത്. ഇതൊന്നും നിസ്സാരമല്ല, അക്രമം നിസ്സാരമല്ല. ആ വനിതാ മാധ്യമ പ്രവർത്തകരോട് അവരെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇദ്ദേഹം പറയുകയുണ്ടായി, നല്ല പത്രപ്രവർത്തകർ. ആരാണ് ഈ നല്ലതും ചീത്തയും? പത്രപ്രവർത്തനത്തിൽ നല്ലതും ചീത്തയും നിർണ്ണയിക്കുന്നത് ആരാണ്? മോദി മീഡിയ എന്ന് പറയുന്നത് ആരെയാണ്? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ചർച്ചയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് കേട്ടുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കില്ല. പിന്നെ ദേശദ്രോഹ എലമെന്റ്സ് ഒരുപാട് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നത്, പാർലമെന്റ് മന്ദിരം ഇടിച്ചു നിരത്തുമെന്ന് പറയുന്നവർ എന്ത് തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നത്? മോദിയെ കൊല്ലുമെന്ന് പറയുന്നവർ എന്ത് തരത്തിലുള്ള അവകാശം സംരക്ഷിക്കുന്നത്? എന്ത് സമരമാണ് അവിടെ നടത്തുന്നത്? അതുപോലെ തന്നെ ഖലിസ്ഥാൻവാദികളോട് എന്ത് സമരമാണ് നടത്തുന്നത്? ജസ്പ്രീത് സിംഗ് പന്നു വന്നിട്ട് പറയുകയാണ്, ഇന്ത്യയെ 100 കഷ്ണങ്ങളായിട്ട് വിഭജിക്കണം, ഞങ്ങൾ CJP-ക്കാരോട് സംസാരിച്ചു. അത് ചെറിയ കാര്യമാണോ? ഇന്ത്യയെ CJP-ക്കാരോട് സംസാരിച്ചു, ഞങ്ങൾ അതിനുശേഷം അത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? ഇതൊക്കെ ചുമ്മാതെ തള്ളിക്കളയേണ്ട കാര്യങ്ങളാണോ? വിദ്യാർത്ഥി സമരത്തിന് 100% പിന്തുണ ജനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പറയും. പക്ഷേ അതിന്റെ പേരിലും അതിന്റെ അഡ്രസ്സിലും ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നെറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് നടത്തുന്ന ഈ ശ്രമത്തെ ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതില്ല എന്നുള്ളത് ഒരുപക്ഷെ അങ്ങിരിക്കുന്ന ആ സ്ഥലത്തിരുന്നുകൊണ്ട് അങ്ങ് ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് തോന്നുന്നതായിരിക്കും. ഇതാണ് എനിക്ക് ഇതിനകത്ത് ഒന്നുകൂടി ചേർക്കുവാനുള്ളത്. ഓക്കെ. ശ്രീ ജോൺസൺ കൊച്ചോർമിനി, സമരമായിട്ട് ബന്ധപ്പെട്ട് ഉയരുന്ന മറ്റൊരു ആരോപണം ഈ പറയുന്നത് പോലെ ഈ എന്താണ് പറയുന്നത്, ബംഗ്ലാദേശ്. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ഞാൻ ഒരു വാക്ക് മറുപടി പറഞ്ഞിട്ട് പോകാം. ഞാൻ ജോജിയോട് നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് കാരണം അടുത്ത മീറ്റിംഗിന് ഓൾറെഡി ലേറ്റ് ആയി. ഒന്ന് ഇദ്ദേഹം ഈ പറയുന്നു, ഈ പാർലമെന്റ് ഇടിച്ചു നിരത്തും, പ്രധാനമന്ത്രിയെ കൊല്ലും, ഇതൊക്കെ ആര് പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ആരെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും, ഞാൻ ഇന്ദിരാഗാന്ധി വരുമ്പോ ഇന്ദിരാഗാന്ധിയെ തെറി വിളിച്ചാൽ അത് തെരുവിൽ 1,00,000 പേര് നിൽക്കുന്നതിൽ ഒരു 10 പേര് ആരെങ്കിലും മാറുക, അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഈ അഭിജിത്ത് ദിപ്കയോ സോനം വാങ്ചുക്കോ ഇവരുടെ CJP-യുടെയോ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഇത് പറഞ്ഞെങ്കിൽ മാത്രമല്ല അതിന് വിലയുള്ളൂ. അല്ലാതെ സാധാരണക്കാരൻ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും വിലയുണ്ടോ? അപ്പൊ അത് വെച്ചൊരു കള്ള നറേറ്റീവ് സൃഷ്ടിക്കാനും ഈ പ്രശ്നത്തെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചരിച്ച് ഒരു വാക്ക് അവലപിക്കാൻ പോലും തയ്യാറാകാത്തവരെ, അവർക്ക് എന്തൊരു രാജ്യസ്നേഹമാണ്. അദ്ദേഹത്തിന് ഒരു വനിതാ മാതൃപ്രവർത്തകനെ അവരെ ആരും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. അതൊക്കെ കള്ളവ്യാജ പ്രചരണങ്ങളാണ്. അത് എത്ര സംഘപരിവാർ പ്രചരിപ്പിച്ചാലും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ഈ നാഷണൽ മീഡിയയും ഒക്കെ കയ്യിലെടുത്ത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നടത്തിയ കേൾക്കാൻ ഞങ്ങൾക്ക് ഇത് കാണണ്ട, ഞങ്ങൾക്ക് അതിന് സമയമില്ലെന്ന് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന അതൊക്കെ ജനം കാണാതിരിക്കുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞതിനാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നില്ലെങ്കിൽ, ഈ വിദ്യാർത്ഥികളുടെ രോഷം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇത് വെറും ആരെങ്കിലും വിദേശത്ത് നിന്ന് പണം കൊടുത്ത് ക്രിയേറ്റ് ചെയ്താണെന്നോ, ഇതിന് രാഷ്ട്രീയമുണ്ട് സാർ ഇതിനകത്തെല്ലാം.
രാഷ്ട്രീയവൽക്കരിക്കുക തന്നെ ചെയ്യപ്പെടും. അതിനകത്ത് ഒരു തെറ്റുമില്ലെന്നല്ല. ഇന്ത്യയിലെ എല്ലാ പ്രശ്നത്തിലും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയക്കാർ ഇടപെടും. അതുകൊണ്ടാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ഈ സോനം വാങ്ചുക്കും ഇദ്ദേഹവും അടക്കം ഈ ദിപ്കയും അടക്കമുള്ളവർ പറയുന്നത്. അത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം രാഷ്ട്രീയമില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. രാഷ്ട്രീയമാണ് ഇവിടെ ഭരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളാണ് MLA-മാരാകുന്നത്, MP-മാരാകുന്നത്. പിന്നെ വേറൊരു അദ്ദേഹം എനിക്ക് ഒരു കാര്യം പറഞ്ഞത്, വേറെ ഞാൻ പെട്ടെന്ന് എന്റെ വായിന്ന് പോയി. അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ പരത്തിയായിരുന്നു. അത് ഞാനത് തിരുത്താൻ വിട്ടുപോയി. അത് പോട്ടെ, അത് സാരമില്ല. എന്തായാലും ഇതൊക്കെ ഒരു തെറ്റായ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരെ കണ്ടില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ പോലും BJP വലിയ 400 സീറ്റ് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവിടെ UP-യിലൊക്കെ 37 സീറ്റ് ഇങ്ങോട്ടുള്ള ഓരോ ഇലക്ഷനും നോക്കണം സാർ. ഇങ്ങോട്ടുള്ള ഓരോ ഇലക്ഷനും നോക്കണം. മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജനവിധി മാത്രമല്ല രാജ്യവികാരം. ഈ രാജ്യവികാരം കാണാതെ പോയതാണ് UPA സർക്കാരിനെ താഴെ ഇറക്കിയത്, കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കിയത്. ഇതുപോലുള്ള ജനവികാരം കാണാതെ പോയതാണ്. അപ്പൊ ഒക്കെ അത് മോദിക്കെതിരെയുള്ളതാണെന്നും രാജ്യത്തെ സർക്കാരിനെ തകർക്കാനുള്ള രാജ്യവിരുദ്ധ ശക്തികളാണ് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്. അതെത്ര വിട്ടാലും വിദ്യാഭ്യാസവും ഇതിലുള്ളവർ അത് കാണുന്നുണ്ട്. താങ്ക് യു. ഞാൻ എനിക്ക് വേറൊന്നും പറയാനില്ല. താങ്ക് യു. ഓക്കെ താങ്ക് യു ശ്രീ ജോർജ് കളൂർ. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്, നമുക്ക് ഈ സമരത്തിനെതിരെ ഉയരുന്ന മറ്റൊരു വലിയൊരു ആരോപണമാണ് ഈ ബംഗ്ലാദേശ് മോഡൽ അല്ലെങ്കിൽ നേപ്പാൾ മോഡൽ ഒരു കലാപം പലരും ലക്ഷ്യമിടുന്നു എന്ന രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സമരത്തിന്റെ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വഭാവം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ, അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ആശങ്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനമുണ്ടോ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഇപ്പം കള്ളിവിൽ സാറ് ഈ ടേബിളിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം പ്രേക്ഷകർക്ക് അതിന് മറുപടി കിട്ടണം. നമ്മൾ പാനലിസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു ചെറിയ മാധ്യമപ്രവർത്തകനാണ്. നമുക്കെല്ലാം ദില്ലിയുമായി ബന്ധമുണ്ട്. ദില്ലി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 2 സീനിയറായിട്ട് അഭിഭാഷകര് എന്റെ റിലേറ്റീവാണ്. ഒരാൾ എന്റെ പെങ്ങളാണ്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവിടുത്തെ മാധ്യമ പ്രവർത്തകരുമായി നമുക്ക് ബന്ധമുണ്ട്. അവിടുത്തെ റിപ്പോർട്ടറല്ല, പക്ഷെ അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്കറിയത്തില്ല. അദ്ദേഹം സീനിയർ മാധ്യമപ്രവർത്തകരാണ്, അദ്ദേഹം ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പം മാധ്യമവാർത്തകൾ ചെയ്യുന്നതാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമായി ഒരു ക്രെഡിറ്റ് ഒന്നുമില്ല. എല്ലാവർക്കും തുല്യമാണ്, എല്ലാവർക്കും അറിവുണ്ട്. ഏറ്റവും നിസ്സാരരെന്ന് നമ്മൾ കരുതുന്ന സാധാരണക്കാരൻ പോലും പറയുന്ന കാര്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. 2, ജോർജ് ചോദിച്ചത്. പക്ഷേ ജോർജി, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതാണെന്നേ. അതിനെയാണല്ലോ ബഹുമാനപ്പെട്ട ജോർജ് സാറ് ഖണ്ഡിച്ചത്. എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഖണ്ഡിച്ചത് അതിനെയാണല്ലോ. അതുതന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. സമരത്തിന് ആധാരമായ വിഷയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഒരു പരീക്ഷാ പേപ്പർ രാജ്യവ്യാപകമായി നടക്കുന്ന അനേക ലക്ഷം കുട്ടികൾ പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ കൃത്യമായി അതിനെതിരെ പ്രതിഷേധിക്കണം, അതിനെതിരെ നടപടി ഉണ്ടാവണം. ആ പ്രതിഷേധത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. കൃത്യമാണ്. 2ാമത്തെ കാര്യം, ജോർജ് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ജോർജ് അഭിലാഷ് സാർ പറഞ്ഞല്ലോ, കൃത്യമായി രാജ്യവിരുദ്ധ. അതിപ്പോ നമ്മുടെ ഈ ചർച്ച കൊണ്ടൊന്നും ഈ വിഷയം തീരുന്നില്ലല്ലോ. നമ്മുടെ ഈ ചർച്ച കൊണ്ട് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചതിന്റെ പിറ്റേ ദിവസമല്ലല്ലോ നടപടി ഉണ്ടായത് കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ്, അല്ലേ? മുദ്രാവാക്യം വിളിച്ചയാളെ അല്ലല്ലോ പിടിച്ചത്. മുദ്രാവാക്യം വിളിക്കുവാൻ പ്രേരണ കൊടുത്ത പ്രസ്ഥാനങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന് കണ്ടപ്പോഴാണ് ഈ അവലും മലരും ആ മുദ്രാവാക്യമല്ലേ? അതെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഈ സമരത്തെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. ഞാൻ കേന്ദ്ര സർക്കാരിന്റെ വക്താവൊന്നും അല്ല ജോർജി, കേന്ദ്ര സർക്കാരിന്റെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ ഈ ചർച്ചയിൽ പറയും. ഈ വിഷയത്തിൽ ഇവിടെ കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, രാജ്യവിരുദ്ധ നിലപാടോടെ രാജ്യത്തിന്റെ ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിലേക്ക് അനിയന്ത്രിതമായി നിയന്ത്രിക്കാനാവാത്ത, സംഘാടകർക്ക് നിയന്ത്രിക്കാനാവാത്ത, അതൊരു വലിയ കാര്യമാണ്. ഒരു ആൾക്കൂട്ടത്തെ വിളിച്ചു കൂട്ടുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി സംഘാടകർക്കുണ്ടാവണം. സംഘാടകർക്ക് നിയന്ത്രിക്കാനാവാത്ത ജനക്കൂട്ടത്തെ കൊണ്ടുവന്ന് അതീവ സുരക്ഷാ മേഖലയിലേക്ക് അക്രമസാക്തമായി കൊണ്ടുവന്നെങ്കിൽ, അവിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും, അന്വേഷണത്തിന് നടപടികൾ ഉണ്ടാവും.
അന്നീ പറഞ്ഞ വീരവാദം മുടക്കുന്നവരാരും കാണുകയാണ്. ഇപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. കാര്യം പറയുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന കുട്ടികളെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. അതിൽ യഥാർത്ഥ കുട്ടികളുണ്ടെങ്കിൽ, സമരം ചെയ്യാൻ പോയിട്ടുള്ള യഥാർത്ഥ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഞാൻ ഇന്ന് ഒരു ദേശീയ മാധ്യമത്തിൽ വായിക്കാനിടയായിട്ടുള്ള ഒരു വാർത്ത, അത് ഒരു കൺഫേം ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ സമരത്തിൽ സമരത്തിൽ അക്രമം നടത്തിയവരുടെ പാസ്പോർട്ടൊക്കെ റദ്ദാക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ജോർജി, പൊതുമുതൽ നശിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ പണം നമ്മൾ കെട്ടിവെച്ച് മാത്രമേ നമുക്ക് കേസിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അവിടെ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ, ആ സമരങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ ഈ പ്രതിയാക്കപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾ ആ പണം അടക്കേണ്ടി വരില്ലേ? അവർ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും? ഇതൊക്കെ ഒരു നമുക്ക്, ഞാനൊരു രക്ഷകർത്താവ് നിലയ്ക്ക് എന്റെ കുട്ടി അവിടെ ഉണ്ടെങ്കിൽ അതോർത്ത് ഞാൻ വിഷമിക്കില്ലേ? നമുക്ക് നമ്മുടെ മക്കളെ പോലെയാണെന്നേ. യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ മക്കളാ. നമ്മുടെ മക്കളോടുള്ള സ്നേഹം നമുക്ക് അവരോടുണ്ട്. ആ കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് പോയിരിക്കുന്നു. അതിന്റെ പുറകിൽ ജോർജ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ താല്പര്യവും നേപ്പാളിന്റെ പാരമ്പര്യവും. താല്പര്യം വേറെ, പാരമ്പര്യം, ഈ സമരത്തിന്റെ പാരമ്പര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ, അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ലജ്ജ തോന്നുന്നു. ഇത്തരമൊരു സമരത്തെ, ഇത്തരമൊരു ആൾക്കൂട്ടത്തെ ഇങ്ങനെ ന്യായീകരിക്കാവോ? അവിടെ നടന്ന സംഭവങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് അത് ഒരു കണ്ണടച്ച് ഇരുട്ടറാക്കലല്ലേ? ഇത്തരം സംഭവങ്ങളുണ്ട് ജോർജി. ഇത് എത്രയോ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. ഇത് റിയലായിട്ട് നമ്മൾ കാണുന്നതല്ലേ? എല്ലാം ഞാൻ നേരിട്ട് കാണുന്നത് മാത്രമേ ഞാൻ പറയൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാനാവൂ? നേരിട്ട് കണ്ടത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിന് മറുവശത്ത് ഒന്നും ഇല്ല എന്നാണോ അതിനർത്ഥം? അപ്പോൾ അവിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ സംഘാടകർ വിളിച്ചു ചേർത്ത ആളോ സംഘാടകരുടെ ആളാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് നുഴഞ്ഞു കയറുന്ന ആളാണ്. ആ നുഴഞ്ഞു കയറ്റം അപകടമാണെന്നേ. അവിടെ ചെന്നുകൊണ്ട് ഒരു മതത്തിന്റെ ഗ്രന്ഥം ഉച്ചരിച്ചുകൊണ്ട് വാർത്തകളെയും പരിതാരങ്ങളെയും ജീവജാലങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ലോകാവസാനവും ഈ രാജ്യത്തിന്റെ നാശവും പറയുന്നുണ്ടെങ്കിൽ അതിവിടെ അന്വേഷണം ഉണ്ടാകും. അങ്ങനെയുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ആ നുഴഞ്ഞു കയറ്റത്തിനെല്ലാം ഉത്തരവാദികൾ CJPക്ക് നേതൃത്വം കൊടുക്കുന്ന ഡിക്റ്റയാ. പിന്നെ അഭിലാഷ് സാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഒരു സമരം ചെയ്യുന്നതിന് ജാതി നോക്കിയിട്ടല്ല. ഇവിടെ എന്താ വർണ്ണവിവേചനത്തിനോ ഐക്യത്തിനെതിരെയാണോ സമരം ചെയ്യുന്നത്? ഇവിടെ ദളിതന്റെ അവകാശങ്ങൾ നിഷേധത്തിനെതിരെയാണോ സമരം ചെയ്യുന്നത്? ഇവിടെ സമരം ചെയ്യുന്നത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സവർണനാണെങ്കിലും അവർണനാണെങ്കിലും ആരാണെങ്കിലും വിദ്യാർത്ഥിക്ക് വേണ്ടിയാ. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ദളിതനായി എന്നതുകൊണ്ട് ആ സമരത്തിന് എന്താ പ്രാധാന്യം? അദ്ദേഹത്തിന്റെ ജാതി രാഷ്ട്രീയതയുടെ ബാധകമല്ല. രണ്ടാമത്തെ ആൾ ആദിവാസിയാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ലജ്ജ തോന്നുന്നു. സമരം നയിക്കുന്നവരുടെ ജാതി പറഞ്ഞുകൊണ്ട് സമരത്തിന് പിന്തുണ വേണ്ട ഗതികേടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആരും സമരം ചെയ്യുന്നത്? സമരം ചെയ്യുന്നവരുടെ ജാതി നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജാതി നോക്കിയിട്ടാണ് നമ്മൾ സമരത്തെ പിന്തുണയ്ക്കുന്നത്. സമരത്തിന് ആധാരമായ വിഷയത്തിൽ കടമുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കും. ഇപ്പോൾ നടക്കുന്നത് ജോർജി നിരവധി, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വളരെ ആശങ്കയോടെ പറയുന്നു, വളരെ വേദനയോടെ പറയുന്നു, ഇപ്പോൾ നടക്കുന്നത് നിരവധി കുട്ടികളുടെ ഭാവി തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ്. അതിന് കോൺഗ്രസും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികളും. കാരണം CJP നാളെ മറുപടി പറയാനുണ്ടാവില്ല. CJP ഈ പറഞ്ഞ ഡിക്റ്റേറ്റർ എന്ന നാളെ ഇതിന് മറുപടി പറയാനുണ്ടാവില്ല. മറുപടി പറയേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. അവിടെ ബഹുമാനായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരോട്, ഈ രാജ്യത്തോട്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. ഡോക്ടർ അഭിലാഷ്, അങ്ങ് അന്താരാഷ്ട്ര വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യശസ്, ഒപ്പം തന്നെ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പുരോഗതി, അപ്പോൾ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ നല്ല ഉദ്ദേശത്തോടെ എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ ഒരു സമരം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ ഒരു സമരം, അത് പിന്നീട് നാം കാണുന്ന ഈ ഒരു ഫോമിലേക്ക്, ഈ ഒരു മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു യാദൃശ്ചികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ ഡോക്ടർ അഭിലാഷ്?
ശ്രീ ജോർജി, അതിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടി എനിക്കത് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാരണം ശ്രീ ജോർജ് കളിവേൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അദ്ദേഹം ഇവിടെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം RSSനെതിരെയും വിശ്വ ഹിന്ദു പരിഷത്തിനെതിരെയും അയോധ്യ ട്രസ്റ്റിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോയി. ഈ പറയുന്ന ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ഇല്ലാത്ത രാഷ്ട്രീയത്തിന് വേണ്ടി വരുന്നത് ഡു നോട്ട് പൊളിറ്റിസൈസ് ദി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ പറയുന്നു. പിന്നെ ഈ പറയുന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ ഇന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യ വളരെ വലിയ രീതിയിൽ മുന്നേറുകയാണ്. ഒരുപാട് മേഖലകളെ കുതിച്ചു മുന്നേറുകയാണ്. സ്കൈ റൂട്ട് റോക്കറ്റ്സ്, അതുപോലെ തന്നെ EV മാഗ്നറ്റിക് ഫീൽഡ് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്, ചെറുപ്പക്കാർ ഭാരതത്തിന്റെ വികസന സങ്കല്പങ്ങൾക്ക് കുതിപ്പ് പകരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിൽ ശക്തരാകുന്നു, നമ്മുടെ ഗ്രോത്തിൽ ശക്തരാകുന്നു. നമ്മൾ ഈ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ പോലും വലിയ രീതിയിൽ പിടിച്ചു നിൽക്കുന്നു. നമ്മൾ ആഗോള വേദിയിൽ അമേരിക്കയ്ക്കെതിരെ നിന്നുകൊണ്ട് റഷ്യക്ക് ഇപ്പോൾ നിലപാടുകൾ എടുക്കുന്നു. നമ്മൾ ചേരിചേരാ നയത്തിന്റെ അപ്പുറത്തേക്ക് മാറിയതിനു ശേഷം നമ്മൾ ഇന്ന് സ്വതന്ത്രമായിട്ടുള്ള സ്ട്രാറ്റജിക് ഓട്ടോണമിയെ ബേസ് ചെയ്തിട്ടുള്ള ഫോറിൻ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ രാജ്യം തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത്തരം സമരങ്ങളെയോ ഇത്തരം സാഹചര്യങ്ങളെയോ മുതലെടുക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. നമ്മൾ പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം, ഈ രാജ്യം തകർന്നു കഴിഞ്ഞാൽ മാത്രമേ ചില ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, ചില ആളുകളുടെ വ്യവസായങ്ങൾ നടക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ചില രാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുവാനുള്ള ആ ശക്തികൾ ഇത്തരം സമരങ്ങളെ ഹൈജാക്ക് ചെയ്യാം, എന്നിട്ട് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാം. പക്ഷെ ഇവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര ഡീപ് സ്റ്റേറ്റ് വന്നാലും എന്ത് വന്നാലും ഭാരതം എന്ന് പറയുന്ന സബ് കോണ്ടിനെന്റിന്റെ തുല്യമായിട്ടുള്ള ഒരു വലിയ രാജ്യം, ഈ രാജ്യം മുന്നോട്ട് തന്നെ പോവും. അതിനെതിരെ നിൽക്കുന്ന ഏത് ശക്തിയായാലും അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഞാൻ ഒരു തവണ കൂടെ ആവർത്തിക്കുകയാണ്, ഭാരതത്തിന്റെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല. അതാണ് ഇതിന്റെ ഒരു ഭരതവാക്യം പോലെ എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സമരം ചെയ്യാനുള്ള ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിനെ സഹിഷ്ണുതയോടെ സമീപിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അത് ഏത് സമരമായിക്കോട്ടെ, ഏത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമായിക്കോട്ടെ, ഒരിക്കലും അത് രാജ്യത്തിന്റെ സുരക്ഷയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയോ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതിനെതിരെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ, ഏത് സമരമായിക്കോട്ടെ, ഏത് പ്രക്ഷോഭമായിക്കോട്ടെ, അതിന് നേതൃത്വം നൽകുന്നവർ അത് ജാഗ്രത പാലിക്കട്ടെ. കാരണം നമ്മുടെ രാജ്യമാണ് എല്ലാത്തിനേക്കാൾ വലുത് എന്ന ഒരു കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ചിന്തിക്കുക. ഒരു കാരണവശാലും ഇപ്പോൾ നടന്ന സമരങ്ങളോ ഇനി വരാൻ പോകുന്ന സമരങ്ങളോ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു മൂഡിലേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രത സമരത്തിന് നേതൃത്വം നൽകുന്നവർ കാണിക്കട്ടെ. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ അരങ്ങേറുമ്പോൾ ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ടും തന്നെ അത് ഒരു പക്ഷപാതം പിടിക്കാതെ, ഒരു സൈഡിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു സൈഡിന്റെയോ പക്ഷപാതം പിടിക്കാതെ അത് കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് കളിവേലിൽ, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.